നമസ്കാരം. തൃണമൂൽ കോൺഗ്രസ് നേതാവും വിവാദ നായകനുമായ ഷാജഹാൻ ഷെയ്ഖിനെതിരായ ഭൂമി കയ്യേറ്റ കേസുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡുകൾ പുരോഗമിക്കുകയാണ്. ഷാജഹാൻ ഷെയ്ഖ് തങ്ങളുടെ ഭൂമി തട്ടിയെടുത്തു എന്ന് സന്ദേശ് ഖാലിയിലെ ഒന്നിലധികം സ്ത്രീകൾ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശനം നടത്തിയതും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. ആ സമയത്ത് സന്ദേശ് ഖാലിയിലുള്ള സ്ത്രീകൾ നേരിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തങ്ങൾ അനുഭവിക്കുന്ന യാതനകളെ കുറിച്ചുള്ള കൃത്യമായ ചിത്രം നൽകിയത്. ആ സമയത്ത് ആ സ്ത്രീകളുടെ പ്രതികരണവും മറ്റും ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരുന്നു. ഒരു പിതാവിനെ പോലെയാണ് നരേന്ദ്രമോദി തങ്ങളുടെ എല്ലാ വിഷമതകളും കേട്ടിരുന്നത് എന്നായിരുന്നു ഈ സന്ദേശ് ഖാലിയിലെ സ്ത്രീകളുടെ പ്രതികരണം. അത് പിന്നിട്ട് ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് തന്നെയാണ് ഇപ്പോൾ ഷാജഹാൻ ഷെയ്ഖിനെതിരായ ഇഡിയുടെ അന്വേഷണം അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ജനുവരി 15-ാം തീയതി റേഷൻ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഷാജഹാൻ ഷെയ്ഖിന്റെ വീട് റെയ്ഡ് ചെയ്യാൻ ഇഡിയുടെ ഉദ്യോഗസ്ഥ സംഘം എത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് ഇഡി സംഘത്തിന് നേർക്ക് പോലും വലിയ ആക്രമണമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഭൂമി തട്ടിയെടുക്കലും ലൈംഗിക ചൂഷണവും ഉൾപ്പെടെ സന്ദേശ് ഖാലിയിലെ വനിതകൾ പ്രതിഷേധം ഉന്നയിച്ചതോടുകൂടിയാണ് സന്ദേശ് ഖാലി വിഷയം വീണ്ടും ആളിക്കത്തിയത്. ഒടുവിൽ കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ഫെബ്രുവരി 29-ാം തീയതി മമതാ ബാനർജിയുടെ പോലീസിന് ഈ സന്ദേശ് ഖാലിയിലെ വിവാദ നായകനായ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അതിനുശേഷം ഈ കേസ് ഹൈക്കോടതി തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് കൈമാറുകയും ചെയ്തിരുന്നു. TMCയിലെ കരുത്തനായ ഷാജഹാൻ ഷെയ്ഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിക്കാൻ മമതാ ബാനർജി ശ്രമിച്ചുവെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സന്ദേശ് ഖാലി പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇപ്പോൾ ഈ ഷാജഹാൻ ഷെയ്ഖുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ ഇഡിയുടെ റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ തന്നെ എന്താണ് ഇഡിയുടെ നിഗമനങ്ങൾ എന്നുള്ളതിന്റെ പ്രാഥമിക സൂചനകൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് സിറ്റി മലയാളം.